ബഹുമാനപ്പെട്ട ശ്രീലേഖ IPS മെയ് മാസം 9 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ സോളാർ വെക്കുന്നെങ്കിൽ ഓൺ ഗ്രിഡ് ചെയ്യല്ലേ, അത് KSEB കട്ടുകൊണ്ട് പോകും എന്നതായിരുന്നു ആ ഒരു പോസ്റ്റ്. ഈ പോസ്റ്റിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടാവും? ഹായ്, നമസ്കാരം. ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് മാസം 9 മുതൽ KSEBയും ശ്രീലേഖ IPS തമ്മിലൊരു വാക്പോര് നടക്കുകയാണ്. ഇതിലെ സത്യാവസ്ഥ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടായി? വീട്ടിൽ സോളാർ വെക്കുന്നെങ്കിൽ ഓൺ ഗ്രിഡ് ചെയ്യരുത്, അത് KSEB കട്ടുകൊണ്ട് പോകും എന്നതാണ് ആ ഒരു പോസ്റ്റിലുള്ളത്. ഈ പോസ്റ്റിൽ ശ്രീലേഖ IPS മാഡം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: 2 വർഷം മുമ്പ് കണ്ണ് തള്ളിയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത്. വിദഗ്ധ ഉപദേശപ്രകാരം ഓൺ ഗ്രിഡായി ചെയ്തു. പിന്നീട് ബില്ല് മാസം തോറുമായെങ്കിലും പഴയ 20,000 പകരം 700, 800 ആയപ്പോൾ സന്തോഷമായി. കഴിഞ്ഞ 5-6 മാസമായി പതിയെ പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബില്ല് 10,030. അവിടെ കുറേ ചോദ്യചിഹ്നങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് സോളാർ വെക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ. വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല. അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ. മുൻപൊരു പരാതി നൽകിയിരുന്നു. അപ്പോൾ കുറേ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ട് മറുപടി അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ സ്വയം ചിന്തിച്ചു മനസ്സിലാക്കി, മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്നു KSEB. കുറേ നീളത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് വന്നതെന്ന് അപൂർവം ആൾക്കാരൊക്കെ അതിന്റെ സത്യാവസ്ഥ പറയുന്നുള്ളൂ. അപ്പോൾ അതിന് എന്റേതായ ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ എനിക്കറിയില്ല. ഞാനിത് ആരുടെയും ഒരു പക്ഷം പിടിക്കാനോ KSEBക്ക് വേണ്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീലേഖ മാഡത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുകയോ എന്നല്ല. ഞാൻ ആ ബില്ല് ഫേസ്ബുക്കിൽ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബില്ലും കൂടെ നോക്കിയിട്ട് എന്റെ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ശ്രീലേഖ മാഡം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2 വർഷം മുമ്പാണ് സോളാർ വെച്ചതെന്നും ഇപ്പൊ 5-6 മാസങ്ങളായിട്ട് ബില്ല് കൂടുതൽ വരുന്നുണ്ട്, ഉപയോഗം കൂടുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ഉപയോഗം കൂടുന്നില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഇപ്പൊ ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ വേനൽ ആയി വരുന്ന സമയത്ത് എത്രത്തോളം മെഗാവാട്ട് വൈദ്യുതിയാണ് അധികമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അധിക വൈദ്യുതിയുടെ ഓരോ പങ്കും ഈ കേരളത്തിലെ ഓരോ കൺസ്യൂമേഴ്സിനും ഉണ്ട്. അപ്പൊ അതില് ഈ ശ്രീലേഖ മാഡം അതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാളല്ല. അവരും ഒരു കൺസ്യൂമറാണ്. ആ മാഡവും അതിലൊരു പങ്കാളിയാണ്. ആ എത്രത്തോളം യൂണിറ്റ് നമ്മൾ അധികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊരു പങ്കാളി തന്നെയാണ്. ഞങ്ങളെ ഉപയോഗം കൂടിയിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെ. ഞാൻ ഇപ്പോൾ കുറേ നാളുകളുണ്ട് ഈ ഒരു കംപ്ലൈന്റുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഈ വേനൽക്കാലമായപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു കോളാണ്, കറണ്ട് ബില്ല് കൂടുതൽ, കറണ്ട് ബില്ല് കൂടുതൽ. പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ സാധാ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നുള്ളൂ, അയലത്തെ വീട്ടിൽ ഇത്രയും വരുന്നില്ല എന്നൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബില്ല് പ്രകാരം ഞാനൊന്ന് നോക്കുമ്പോൾ തന്നെ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, സോളാർ വെച്ചിരിക്കുന്നത് കൊണ്ട് ഓരോ മാസവുമാണ് അവർക്ക് കറണ്ട് റീഡിങ് എടുക്കുന്നത്, ബില്ല് വരുന്നത്. അപ്പോൾ അവിടെ 5 കിലോ വാട്ടിന്റെ സോളാർ ആണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ അവരുടെ കണക്റ്റഡ് ലോഡ് 12 കിലോ വാട്ടാണ്. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കണം, 12 കിലോ വാട്ടാണ് ആ ഒരു വീടിന്റെ കണക്റ്റഡ് ലോഡായിട്ട് കാണിച്ചിരിക്കുന്നത്, ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. പ്രീവിയസ് റീഡിംഗ് എന്ന് പറയുന്നത് 1/4/2024 ഇപ്പോൾ പ്രസന്റ് റീഡിംഗ് എന്ന് പറയുന്നത് 1/5/2024 അപ്പോൾ അവിടെ റീഡിംഗ് എടുത്തതിൽ സോളാറിൽ നിന്ന് ഓൺ ഗ്രിഡിലേക്ക് കൊടുത്തിരിക്കുന്നത് 557 യൂണിറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ജനറേഷൻ നടന്നിട്ടുണ്ട്. 5 കിലോ വാട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാസം ആ ഒരു കൺസ്യൂമർ ഉപയോഗിച്ചിരിക്കുന്നത് 1572 യൂണിറ്റ് വൈദ്യുതിയാണ് വന്നിരിക്കുന്നത്. അത് അവരുടെ ഉപയോഗമാണ്. അപ്പൊ ഈ വേനലിന് തൊട്ട് മുൻപുള്ള സമയങ്ങൾ തൊട്ട് ആ ഒരു ഉപയോഗം ക്രമാതീതമായിട്ട് ഇങ്ങനെ കയറി വരും. ഇപ്പോൾ ഈ അവസാന നാളുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ 4-ാം മാസം അവസാനമൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പോൾ 1572 യൂണിറ്റ് അവര് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ 557 യൂണിറ്റ് അവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 557 യൂണിറ്റ് അവിടെ കുറവ് ചെയ്യുമ്പോൾ അവർ ബാക്കി വരുന്ന ഉപയോഗം എന്ന് പറയുന്നത് 1015 യൂണിറ്റ് ആണ് ഒരു മാസത്തെ ഉപയോഗം. അങ്ങനെ വരുമ്പോൾ അതിന്റെ എനർജി ചാർജ് എന്ന് പറയുന്നത് 8,604 രൂപ എനർജി ചാർജ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇനി വരുന്ന കാര്യങ്ങൾക്ക് KSEB ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉത്തരം തരേണ്ടത്. ഈ എനർജി ചാർജ് 8,604 രൂപ, അതായത് അധികമായിട്ട് അവർ ഉപയോഗിച്ച 1015 യൂണിറ്റിന് 8,604 രൂപ എനർജി ചാർജ് വന്നു. ആ എനർജി ചാർജിന്റെ 10% ഡ്യൂട്ടി അത് KSEB തന്നെയാണ് അത് തീരുമാനിച്ചിട്ടുള്ളതും അത് ഓരോ കൺസ്യൂമേഴ്സിന്റെ ബില്ലിൽ ആഡ് ചെയ്തിരിക്കുന്നതും. അതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ, അതൊക്കെ ഒരു ഇതെല്ലാം ഓരോ കൺസ്യൂമർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. ഫ്യൂൾ ചാർജ് സർചാർജ് ആയിട്ട് 85 രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിക്സഡ് ചാർജ് ആയിട്ട് 260 രൂപ അതും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മീറ്റർ റെന്റ് ആയിട്ട് 35 രൂപ, ജനറേഷൻ ഡ്യൂട്ടി ആയിട്ട് 83 രൂപ, മീറ്റർ റെന്റ് GST 18%, അതിന്റെ 6 രൂപ 30 പൈസ. പിന്നെ ആട്ടോ റിക്കവറി FS എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അത് 99 രൂപ 20 പൈസ. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബില്ലെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എത്രയാണെന്ന് അറിയാമോ? 41 പൈസ എന്തായാലും
ശ്രീലേഖ മാഡത്തിന് റൗണ്ട് ഓഫ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. 43 പൈസയൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് 10,038 രൂപ ശ്രീലേഖ മാഡത്തിന് ബില്ല് വന്നിരിക്കുന്നത്. ഉപയോഗം കൂടുതലായിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപയോഗം ഇത്രയും വരുന്നില്ല എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും KSEBിക്ക് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഫയൽ ചെയ്തതിന് ശേഷം ഒരു പാരലൽ മീറ്റർ വെച്ച് അത് മീറ്ററിന്റെ വർക്കിംഗ് കറക്റ്റ് ആണോ, റീഡിങ് കറക്റ്റ് ആണോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യിക്കാമായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും ഈ ബില്ലിലെ ഈ ഇത്തരം കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് ചോദിച്ചിട്ട് ഇതുപോലെ ഒരു പോസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പൊ ഇതൊരു ഇത്രയും ഒരു വലിയൊരു സംസാരത്തിലേക്ക് പോകില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അത് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നതുകൊണ്ട് പലർക്കും ഇതിനകത്തൊരു വ്യക്തതയും വന്നിട്ടുണ്ട്. ഈ ബില്ലിനകത്തുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നിട്ടുണ്ട്. അതുപോലെ KSEBിയുടെ ചാർജിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഓൺ ഗ്രിഡ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സോളാർ ചെയ്യുന്നെങ്കിൽ ഓൺ ഗ്രിഡ് ചെയ്യരുതെന്ന്. ആ പറഞ്ഞതിൽ ഒരു വലിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ശ്രീലേഖ മാഡത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഈ ഓൺ ഗ്രിഡ് ചെയ്തത് കൊണ്ട് ശ്രീലേഖ മാഡത്തിന് അവിടെ ഉണ്ടായ ലാഭം എത്രയാണെന്ന് ശ്രീലേഖ മാഡം അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ 557 യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് നമ്മൾ KSEBിക്ക് കൊടുത്തപ്പോൾ, ശ്രീലേഖ മാഡം IPS KSEBിക്ക് കൊടുത്തപ്പോൾ അവിടെ 5,745 രൂപ KSEBിയുടെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതായത് അത്രയും യൂണിറ്റ് കുറഞ്ഞപ്പോൾ ഇത്രയും റേറ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതായത് കറണ്ട് ബില്ലിൽ അടയ്ക്കേണ്ട തുക കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ജനറേറ്റ് ചെയ്ത ഓരോ യൂണിറ്റിനും 10 രൂപ 31 പൈസ വെച്ച് നമുക്ക് ശ്രീലേഖ മാഡത്തിന് മുതലായിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്ത ഒരു യൂണിറ്റിന് 10 രൂപ 31 പൈസ വെച്ച് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നതാണോ? ഇപ്പോൾ ഒരു ഗ്രോസ് മീറ്ററിംഗ് സംവിധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ബൈ ചാൻസിൽ പോകാനൊരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ 2 രൂപ 69 പൈസയോ മറ്റോ ആണ് കിട്ടാൻ പോകുന്നത് ഒരു യൂണിറ്റിന്. ഇതിപ്പോൾ നമുക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി നമുക്ക് കിട്ടിയിരിക്കുക. അപ്പം ഇതുപോലെ തന്നെയാണ്, ഇത് അടച്ചില്ലായിരുന്നെങ്കിൽ തിരിച്ചെടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതൊരു എന്താ ഒരു KSEB നമുക്ക് ചെയ്യുന്ന ഒരു പുണ്യമായിട്ടൊന്നും കാണണ്ട. നമ്മളിത് സോളാർ ഇല്ലാത്തവർക്ക് ഇതേപോലെ പിഴിഞ്ഞ് അങ്ങോട്ടും എടുക്കുന്നുണ്ട്. KSEBിയുടെ ഡൊമസ്റ്റിക് പർപ്പസിനുള്ള ഒരു യൂണിറ്റിന് 3 രൂപ 25 പൈസ എന്ന് പറയുന്നെങ്കിലും അറിയാമല്ലോ, ഇപ്പോൾ ഒരു 10,000 യൂണിറ്റിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് വരെ വരും. 10 രൂപയ്ക്ക് മുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് എനിക്കറിയില്ല. അപ്പൊ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചർച്ചയും വാർത്തയും വിശദീകരണങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തിന്, ശ്രീലേഖ IPS മാഡത്തിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഇങ്ങനെ ഒരു വിശദീകരണം എന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ ഞാൻ ആദ്യമേ മടിച്ചതാണ്. പക്ഷെ ഒരിക്കലും എന്റെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് അതിന് എത്രത്തോളം വില പോകുമെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടും കൂടെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യുക. എന്റെ അതേ ചിന്താഗതിയാണോ നിങ്ങൾക്കൊന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. ഫീൽഡിൽ വർക്കുകൾ ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാർക്ക് ഹൗസ് വയറിംഗ് തൊട്ട് ഇൻഡസ്ട്രിയിൽ വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ ലളിതമായിട്ട് മലയാളത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. ഈ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ക്ലാസ് ഒക്കെ ഒരു പ്രത്യേക ടൈമിൽ, ഇപ്പൊ ഇന്ന് 5 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് 5 മണിക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നേരെ തിരിച്ച് ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാം. രാത്രിയോ പകലോ നേരം വെളുക്കുന്ന സമയത്തോ നിങ്ങൾക്ക് എപ്പം, അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും. അതാണ് ഈ ക്ലാസ്സിന്റെ ഗുണം. 3 മാസത്തെ ക്ലാസ്സുകളാണ്. വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന 9645540075 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.